ബാക്കിൽ രണ്ട് കാലുകളും താഴ്ന്നു എടുക്കായിരുന്നു എത്ര ആനകൾ ഉണ്ടായിരുന്നു അറിയോ? സംവിധാനങ്ങളായിട്ടുണ്ട്. ഇതിപ്പോ ആകെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ചെറിയ കൂടിയായിരുന്നല്ലോ ബാക്കി ആനക്കൂട്ടം ഈ പരിസരത്ത് തന്നെ ഉണ്ടോ? അപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ ആനക്കൂട്ടങ്ങളെല്ലാം തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആനകളെല്ലാം തന്നെ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണമാണ് അങ്ങനെ വളരെ ചെറിയ കുട്ടികളാണ് ഈ ആന വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത കാലുണ്ട് ഒരു വശത്തേക്ക് വൈകാതെ തന്നെ അത് അത്ര വലിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാണുമ്പോൾ ആരോഗ്യ പ്രശ്നം
നിലവിൽ ഈ ആനയ്ക്ക് ആന കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വളഞ്ഞാണ് കിടക്കുന്നത്. ആനയുടെ ഒരു മുകൾ ഭാഗം, തലയുടെ ഭാഗമെല്ലാം തന്നെ കുറച്ച് ഉയർത്താനായി കഴിയാത്ത ഒരു കാര്യമുണ്ട്. ആനകളെല്ലാം തന്നെ കിടന്ന് എഴുന്നേൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. അതായത് ഈ തല ഉയർത്തി ആണ് ശരീരം അത് ബാലൻസ് ചെയ്താണ് സാധാരണ എഴുന്നേൽക്കാറുള്ളത്. ഇവിടെ ആ കിടക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണ് ആനയ്ക്ക് എഴുന്നേൽക്കാനായി തീരെ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ദിലീഷ്. കാരണം നേരത്തെ അതൊക്കെ അത്തരത്തിലുള്ള ആനയ്ക്കില്ല. തുമ്പിയും അതുപോലെ തന്നെ കൈകാലുകളുമെല്ലാം തന്നെ അനങ്ങാതെ കിടക്കുകയാണ്. അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ആനയുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആനക്കൂട്ടം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിനെ തുരത്താൻ ഇവിടെ വന്നിരുന്നു. അവർ ആനയെ തുരത്തി തിരിച്ചു പോകുന്ന വഴിക്കാണ് നാട്ടുകാരെ ഇവിടെ കൈമാറുന്നത്. തുടർന്ന് JCB എത്തിച്ച് ഒരു ഭാഗം പൊട്ടിച്ചു. അപ്പോഴെല്ലാം ആനയ്ക്ക് അനക്കമുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ആന ചിതറി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആനയുടെ പിൻഭാഗവും പിന്നിലത്തെ 2 കാലുകളുമാണ് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പിൻഭാഗവും പിന്നിലത്തെ 2 കാലുകളുമാണ് കുടുങ്ങി കിടന്നിരുന്നത്. അത് ചവിട്ടി ഉയർത്തി പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ആന നടത്തിയത്. പക്ഷെ ഒരു തരത്തിലും പുറത്തേക്ക് വരാനാവാത്ത ഇടം കുടുങ്ങിയിരുന്നു. ഒരു ഭാഗം പൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം പിൻകാലുകൾ കുടുങ്ങിക്കിടന്ന സ്ഥലം